നമസ്കാരം. അഫ്ഗാനിൽ താലിബാൻ അധികാരത്തിലേറിയപ്പോൾ ക്രൂരമായ പല നടപടികളും ലോകം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതൊട്ടും വൈകിയില്ല. ഇപ്പോൾ അഫ്ഗാനിൽ താലിബാൻ നടപ്പാക്കിയ വധശിക്ഷ കണ്ട് ലോകം ഞെട്ടിയിരിക്കുകയാണ്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന പഴയ ശിക്ഷാരീതികൾ ഇപ്പോഴും ഇവിടെ അവർ തുടരുകയാണ് എന്ന് ലോകരാഷ്ട്രങ്ങൾ വിമർശിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു കുറ്റവാളിയെ പരസ്യമായി വെടിവെച്ചു കൊന്ന സംഭവമാണ് ഇപ്പോൾ വൻ വിവാദമായിരിക്കുന്നത്. താലിബാൻ ഭരണം തിരികെ എത്തിയതിനു ശേഷം ഇത്തരത്തിൽ വധിക്കുന്ന ആറാമത്തെ വ്യക്തിയാണ് ഇയാൾ. പക്തിയ പ്രവിശ്യയുടെ തലസ്ഥാനമായ ഗാർഡേസിൽ ആയിരക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിയാണ് ശിക്ഷാവിധി നടപ്പിലാക്കിയത്. കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയ വ്യക്തിയെ വെടിവെച്ച് കൊല്ലുന്നത് കാണാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾക്ക് ക്ഷണം ലഭിച്ചിരുന്നു. കൊല്ലപ്പെട്ട വ്യക്തിയുടെ അടുത്ത ബന്ധുവിനെയാണ് കുറ്റക്കാരനെ വെടിവെച്ച് കൊല്ലാൻ ചുമതലപ്പെടുത്തിയിരുന്നത്. പ്രവിശ്യയിലെ ഗവർണറുടെ ഓഫീസിൽ നിന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണം നൽകിയിരിക്കുന്നത്. കൊലക്കേസിൽ പ്രതിയായിരുന്ന മുഹമ്മദ് അയാസ് ആസാദാണ് വധശിക്ഷയ്ക്ക് വിധേയനായത്. ഇയാളുടെ വധശിക്ഷ സംബന്ധിച്ച ഉത്തരവിൽ ഒപ്പുവെച്ചിരിക്കുന്നത് താലിബാൻ പരമോന്നത നേതാവായ ഹിബാത്തുള്ള അഖുണ്ട്സാദയാണ്. പട്ടണത്തിലെ വലിയൊരു ഫുട്ബോൾ സ്റ്റേഡിയത്തിലാണ് ഇയാളുടെ വധശിക്ഷ നടപ്പിലാക്കിയത്. വധശിക്ഷ സ്റ്റേ ചെയ്യാൻ ശിക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾക്ക് അവസരം നൽകിയിരുന്നുവെങ്കിലും അത് തള്ളിക്കളയുകയായിരുന്നു. ആഭ്യന്തരമന്ത്രി സിറാജുദ്ദീൻ ഹക്വാനി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. നേരത്തെ 1996 മുതൽ 2001 വരെ നീണ്ടുനിന്ന ആദ്യ താലിബാൻ ഭരണത്തിൽ പരസ്യമായി വധശിക്ഷ നടപ്പിലാക്കുന്നത് പതിവായിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം 2021 താലിബാൻ ഭരണത്തിൽ തിരിച്ചെത്തിയപ്പോൾ വളരെ കുറച്ചുപേരെ മാത്രമേ ഇത്തരത്തിൽ പരസ്യമായി വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുള്ളൂ. 2022 താലിബാൻ ഭരണകൂടം തന്നെ ഇസ്ലാമിക നിയമപ്രകാരം ഇത്തരത്തിലുള്ള ശിക്ഷാ നടപടികൾ നടപ്പിലാക്കാൻ ജഡ്ജിമാരോട് ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ മാത്രം 3 പേരെയാണ് പരസ്യമായി വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത്. ഇവരെയെല്ലാം തന്നെ പരസ്യമായി വെടിവെച്ച് കൊല്ലുകയായിരുന്നു. മോഷണം, വ്യഭിചാരം, മദ്യപാനം എന്നീ കുറ്റങ്ങൾക്ക് ചാട്ടവാറടിയാണ് ശിക്ഷയായി നൽകുന്നത്. 1989 അഫ്ഗാനിസ്ഥാനിൽ നിന്ന് റഷ്യൻ സൈന്യം പിന്മാറിയതിനെ തുടർന്നുണ്ടായ ആഭ്യന്തര കലാപങ്ങളിലൂടെയാണ് താലിബാൻ രാജ്യത്ത് ചുവടുറപ്പിച്ചത്. 1999 ഭർത്താവിനെ കൊന്നു എന്ന കുറ്റത്തിന് ബുർഖ ധരിച്ചു നിൽക്കുന്ന സ്ത്രീയെ കാബൂളിൽ വെച്ച് പരസ്യമായി വധിക്കുന്നതിന്റെ ചിത്രം ലോകവ്യാപകമായി തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. ഐക്യരാഷ്ട്ര സഭയും ആംനസ്റ്റി ഇന്റർനാഷണലും ഉൾപ്പെടെയുള്ള സംഘടനകൾ അഫ്ഗാനിസ്ഥാനിലെ ഇത്തരം ശിക്ഷാവിധികൾക്കെതിരെ പലപ്പോഴും രംഗത്തെത്തിയിട്ടുണ്ട്. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ കണക്കുകൾ പ്രകാരം 2022 ചൈന, ഇറാൻ, സൗദി അറേബ്യ, ഈജിപ്ത്, അമേരിക്ക എന്നീ രാജ്യങ്ങളിലാണ് ഏറ്റവും അധികം വധശിക്ഷ നടപ്പിലാക്കിയിട്ടുള്ളത്. അതിനിടെ ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാനാപതിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് താലിബാൻ. ഇക്രമുദ്ദീൻ കാമിലിനെ ആണ് ആക്ടിംഗ് കൗൺസിൽ ആയി താലിബാൻ നിയോഗിച്ചത്. മുംബൈയിലെ അഫ്ഗാൻ മിഷനിലാണ് നിയമനം. താലിബാന്റെ വിദേശകാര്യ സഹമന്ത്രി ഷേർ മുഹമ്മദ് അബ്ബാസ് ടാനിക്സ് ആയി ആണ് നിയമനം സ്ഥിരീകരിച്ചത്. എന്നാൽ ഇന്ത്യക്ക് ഇതിനോട് അനുകൂല നിലപാടല്ല എന്നാണ് വ്യക്തമാകുന്നത്. വിദ്യാർത്ഥി എന്നാണ് കാമിലിന് നൽകിയിരിക്കുന്ന വിശേഷണം. 7 വർഷത്തോളമായി പഠനാവശ്യങ്ങൾക്കായി കാമിൽ ഇന്ത്യയിൽ താമസിച്ചു വരികയാണ്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് നേരത്തെ പരിചയമുള്ള വ്യക്തിയായതിനാൽ അഫ്ഗാൻ കോൺസുലേറ്റിൽ നയതന്ത്രജ്ഞനായി പ്രവർത്തിക്കാൻ സമ്മതം അറിയിച്ചിട്ടുണ്ട് എന്ന നിയമനവുമായി ബന്ധമുള്ള അധികാരികളെ ഉദ്ധരിച്ച് ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.